Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Powered by ACM Care. Co-powered by Global Laboratories and Testing LLC. Co-presents Mama's International Foods. This program is brought to you by Tharwad Restaurant, UK. പ്രശ്നങ്ങൾ കടന്നു പോകുന്ന വഴിയല്ല, അവയെ അതിജീവിക്കാൻ ശ്രമിക്കുക. ഫോക്കസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. UK അടുത്തറിയാം എന്ന പ്രോഗ്രാമിലോട്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ള ന്യൂകാസലിലാണ്. ഈ ന്യൂകാസലിൻ്റെ മണ്ണിൽ വർഷങ്ങളായിട്ട് ഒരു കേരള സ്റ്റോർ നടത്തുന്ന ബിനിച്ചേട്ടൻ്റെ കടയിലാണ്. അപ്പോൾ നമുക്ക് ആ ഷോപ്പ് ഒന്ന് കണ്ടാലോ. നമസ്കാരം, എൻ്റെ പേര് ബിനു കിഴക്കേൽ. ഞാൻ നാട്ടിൽ കോതമംഗലത്താണ്. കോതമംഗലത്ത് തൃക്കാരിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 2006 യു കെയിൽ വന്നത്. യു കെയിൽ വന്നതിന് ശേഷം ഒരു വർഷത്തോളം ഞാനിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തു. അതിനുശേഷം തോന്നി എന്തെങ്കിലും സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണം. അങ്ങനെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തപ്പോൾ എന്ത് ബിസിനസ് ചെയ്യണമെന്നായിരുന്നു. അപ്പം ഞാൻ ഒരു ട്രാവൽ ഏജൻസിയാണ് ആദ്യം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഓഫീസ് ഇടാനായിട്ട് ഒരു കെട്ടിടം നോക്കി കിടക്കുമായിരുന്നു. അതിന് പറ്റിയൊരു സ്ഥലം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കട ഇവിടെ കൊടുക്കാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ കടയുടെ ഓണർ പറഞ്ഞു, നിനക്ക് ഇതിൻ്റെ സൈഡിൽ ഒരു ഓഫീസ് ഇട്ടാൽ പോരെ, കടയായിട്ട് തന്നെ നടത്തിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊരു നല്ല ഐഡിയ ആണല്ലോ, എന്നാൽ അങ്ങനെ നോക്കാം. അങ്ങനെ വിചാരിച്ച് ഞാൻ ആ കട ഇങ്ങ് മേടിച്ചു. മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ, എല്ലാവരെയും പോലെയും വളരെ ബുദ്ധിമുട്ടിലാണ്, തുടക്കക്കാരനാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് നാളായുള്ളൂ. എങ്കിലും നല്ലവരായ കുറച്ച് സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ച് അങ്ങനെ ഞാൻ ആ കട മേടിച്ച് അത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ട്രാവൽ ഏജൻസി നടത്തുന്നതിനേക്കാൾ ലാഭകരം കട നടത്തുന്ന ബിസിനസ്സാണ്. അങ്ങനെ ഞാൻ ട്രാവൽ ഏജൻസി എന്നുള്ള എൻ്റെ ആ സ്വപ്നം വേണ്ടാന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും കടയിലേക്ക് ഇറങ്ങി. അങ്ങനെ ആ ഒരു കട നടത്തി. ആ സമയങ്ങളിൽ വളരെ കുറവ് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എങ്കിൽ പോലും നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു. അപ്പം ഞാൻ സാവകാശം അടുത്ത ഒരു കട മേടിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ അനിയനൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് പറ്റി. അനിയത്തി അപ്പോൾ അവരൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി ഒരു എനർജി ആയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ആളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അവനും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു കടയിൽ കൂടി എടുത്തു. അങ്ങനെ പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഓരോ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അധികം പേരും മലയാളികൾ തന്നെയാണ്. അപ്പം അവരെല്ലാം ഒരു സ്റ്റാഫിനേക്കാൾ ഉപരി ഒരു ഫാമിലി എന്നുള്ള രീതിയിലാണ് എന്നോട് ഒത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവർ തന്നെ പറയുകയാണ്, ചേട്ടാ ഒരു കട എടുക്കുക, ഞാൻ നോക്കിക്കോളാം, ചേട്ടാ ഒരു കട എടുക്കുക, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും അവരവരുടേതായ ഒരു കട വേണം. അപ്പം ഈ കടകളെല്ലാം ഇങ്ങനെ ഓരോരുത്തരുടെ പേരിൽ അറിയപ്പെടുന്നത്. കടയെല്ലാം എൻ്റെ ആണെങ്കിൽ ഇവർ പറയും ഇന്നയാളുടെ കട. അപ്പം അങ്ങനെ അതൊരു ഭയങ്കര രസമായിട്ട് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കടകൾ മേടിച്ച് ഒരു സമയത്ത് ഞാൻ 2012 സമയമായപ്പോഴത്തേക്കും ഒരു 12 കടകളോളം നമ്മൾ ഇവിടെ നടത്താനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പം പിന്നെ ഈ അന്ന് ആ സമയങ്ങളിലൊക്കെ വിസയ്ക്ക് ഇപ്പോഴത്തെ അത്രയും ഒന്നും ലളിതമൊന്നുമല്ല, ഭയങ്കര പാടാണ്. അപ്പോൾ പലർക്കും എൻ്റെ ഒരു അനിയനുണ്ടായിരുന്നു, വേറൊരു അനിയൻ. അപ്പോൾ അവൻ ഇതുപോലെ തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ പലരും മാറിപ്പോണ്ടായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഇനി ഇത് പുറത്തുനിന്നുള്ള സ്റ്റാഫിനെ വെച്ച് ഓടിക്കൽ അത്ര ലാഭകരമല്ല, കൊടുക്കാമെന്ന് ഓർത്ത് പല കടകളും കൊടുത്തു. അപ്പോൾ അങ്ങനെ വീണ്ടും ഞാനൊരു 6 കട എന്നുള്ളൊരു കൺസെപ്റ്റിലെത്തി. അങ്ങനെ ഇപ്പം 6 കട നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ മലയാളിക്കടയായിട്ട് 2 കടയുണ്ട്. 3ാമത്തെ പുതിയ കട അടുത്ത 22-ാം തീയതി ഞങ്ങൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നിയ വേറൊരു ആശയമായിരുന്നു. അതെനിക്ക് കൊറോണ സമയത്ത് തോന്നിയതാണ്. കൊറോണ സമയത്ത് ഇവിടെ നമ്മുടെ സാധനങ്ങളുടെയൊക്കെ ഒരു ലഭ്യത വളരെ കുറവായിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ ഈ അരിയും സാധനങ്ങളും ബാക്കിയുള്ള പൊറോട്ട, തേങ്ങ ഇതെല്ലാം യു കെയിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നുകൂടാ, എന്നിട്ടൊരു മിതമായ വിലയിൽ കൊടുത്തുകൂടാ എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി ഇവിടെ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഓർത്തു അതൊരു ചെറിയ പരിപാടിയായിരിക്കും. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇതൊരു വലിയ ബിസിനസ്സാണ്, ഇതിന് വലിയ സ്കോപ്പുണ്ട് ഇവിടെ. അങ്ങനെ തുടങ്ങി ഞങ്ങൾ നാട്ടിൽ നിന്ന് ആദ്യം ഓരോ കണ്ടെയ്നർ കൊണ്ടുവന്ന് തുടങ്ങി. 2ആയി, 3ആയി, അങ്ങനെ അത് കൂടി ഇപ്പം മാസം ഒരു 7 കണ്ടെയ്നർ അല്ലെങ്കിൽ 8 കണ്ടെയ്നർ സാധനം ഇവിടെ വന്ന് ഞങ്ങളുടെ യു കെയുടെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മെയിൻ പ്രൊഡക്റ്റായിട്ട് മാമാസിൻ്റെ ഫ്രോസൺ ഫുഡും ക്രൗൺ മലബാറിൻ്റെ ഫ്രോസൺ ഫുഡും ഞങ്ങൾ യു കെയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡ്രൈ ആയിട്ട് ബോധിനി, ഈ കെ കർണൻ്റെ ബിന്ദ കർണൻ്റെ ഒരു കമ്പനിയാണ്. പിന്നെ ഞങ്ങളുടെ നോൺ ബ്രാൻഡായിട്ടുള്ള ഡിലൈറ്റ് മലബാർ, മദേഴ്സ്, യു കെയിലെ മദേഴ്സിൻ്റെ സപ്ലയർ ഞങ്ങളാണ്. പിന്നെ ആശീർവാദിൻ്റെ ഫ്രോസൺ ഫുഡിൻ്റെ നോർത്ത് ഈസ്റ്റിലെ ഡിസ്ട്രിബ്യൂട്ടർ ഞങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ പ്രോഡക്റ്റുകളും തന്നെ, എല്ലാ സാധനങ്ങൾ, അതുപോലെ പാത്രങ്ങൾ, മിക്സികൾ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് എത്തിച്ച്
ഇവിടെ വന്നിരിക്കുന്ന മലയാളികൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ മിതമായ നിരക്കിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പ്രോഡക്റ്റ് നല്ലതായതുകൊണ്ടും വില നല്ലതുകൊണ്ടും ആയിരിക്കുന്നു വിചാരിക്കുന്നു. എങ്കിലും എല്ലാ സഹകരണത്തിനും എപ്പോഴും ഞങ്ങൾ അവരോടും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുന്നോട്ടും ഞങ്ങളോട് സഹകരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ഈ യുകെയിലേക്ക് ഇത്രയും പ്രോഡക്റ്റുകൾ ഇറക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ യുകെയിലുള്ള മുഴുവൻ ഭാഗത്തുള്ള മലയാളികളിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം അതിനായിട്ട് ഞങ്ങൾ പല മലയാളി സ്റ്റോറുകളിലും ഏഷ്യൻ സ്റ്റോറുകളിലും എല്ലാം കൂടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒറ്റപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ യുകെയിലുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന താല്പര്യമുള്ള ഒരുപാട് മലയാളികളും ഇവിടെ വന്നിട്ടുണ്ട്. വലിയൊരു നമ്മുടെ മലയാളി കേരള ജനതയുടെ വലിയൊരു കുടിയേറ്റത്തിൻ്റെ സമയമാണ് ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതിൽ നല്ല നല്ല ബിസിനസ്സുകാർ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നവരും മുന്നോട്ട് ചെയ്യുന്ന താല്പര്യമുള്ളതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു പരിപാടികൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 30,000 പൗണ്ടെങ്കിലും അവർ മുടക്കാൻ തയ്യാറാണെങ്കിൽ യുകെയുടെ ഏത് ഭാഗത്തും ഒരു മലയാളി കട അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻസ് കട ഇട്ട് കൊടുക്കാനായിട്ടുള്ള അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്ത് കട ഇട്ട് കൊടുത്ത് അവരെ കൂടെ നിന്ന് എപ്പോഴും ആ ഒരു ബിസിനസ് വിജയിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ കഴിഞ്ഞ 18 വർഷത്തിനുള്ളിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് നാട്ടിൽ നിന്ന് ഈ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവർക്കെല്ലാം ഒരു ചെറിയ പണിയാണെങ്കിലും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം ഏകദേശം 43ഓളം പേര് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ തന്നെ. പിന്നെ കുറച്ച് പേര് ഇംഗ്ലീഷുകാരുണ്ട്. പിന്നെ ഏകദേശം ഒരു 160ഓളം പേര് ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിനുള്ളിൽ വന്ന് ജോലി ചെയ്ത് പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ കഴിയുന്നത്. അല്ലാതെ ഞാൻ ബോസ് അങ്ങനെയൊന്നുമില്ല. ഞാൻ അവരോട് എന്ത് കാര്യത്തിന് ഇറങ്ങും, അവർക്കും താല്പര്യമാണ് അതെല്ലാം. അപ്പം അങ്ങനെ ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ ഇവിടെ ഈ പരിപാടിയിൽ ഇങ്ങനെ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം യുകെയിൽ എങ്ങനെ ഒരു സ്റ്റോർ നടത്താമെന്നതിനെ പറ്റി ഇത്രയും നല്ല രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ബിനിഷേട്ടന് നമ്മുടെ പേരിൽ ഒരു ബിഗ് താങ്ക്സ്. അപ്പം നമ്മൾ അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിലോട്ട് വന്നുമായിരിക്കും. ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം ഏഷ്യാനെറ്റ് ഫോക്കസ്. ബൈ. Hello everyone, welcome to yet another beautiful episode with DC Jewellers. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് കുറച്ച് നഗാസ് കളക്ഷനാണ് അല്ലേ. ഇപ്പോഴത്തെ ഹിന്ദു ബ്രൈഡ്സ് ആയിക്കോട്ടെ, ട്രഡീഷണൽ ജ്വല്ലറി ആഗ്രഹിക്കുന്നവരൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? നഗാസ് അല്ലേ. എന്താ നഗാസ് പ്രിഫർ ചെയ്യാൻ കാര്യം? എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കളർ ടോണാണ് അല്ലേ. പിന്നെ ഇറ്റ് ആക്ച്വലി ഡിപ്പിക്സ് ട്രൂ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യൻ കൾച്ചർ. ഇന്ത്യൻ കൾച്ചറിനെ കാണിക്കുന്ന നക്ഷി കളക്ഷനാണ് അല്ലേ. പിന്നെ ആരാണ് കാഞ്ചീപുരം ബനാറസ് സാരി ഇടാത്തത്? എല്ലാത്തിൻ്റെയും കൂടെ ചേരും നഗാസ്. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. നഗാസ് ഇങ്ങനെ ഹെവി വെയ്റ്റിലാണോ വരിക? 2 പവൻ മുതൽ നെക്ലസുകൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ളൊരു പീസാണ് കേട്ടോ ഇത്. ഇതിൽ ഡിപ്പിക്റ്റ് ചെയ്യുന്ന രാമായണം അല്ലേ. രാമായണത്തിൽ ഓരോ എപ്പിസോഡ്സ് ആണല്ലേ. ആക്ച്വലി സീത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ത്യൻ കൾച്ചറിലെ പെർഫെക്റ്റ് വുമൺ എന്നാണ് ഡിപ്പിക്റ്റ് ചെയ്യുന്നത് സീതേനെ. അപ്പോൾ ആളുടെ വെഡ്ഡിങ്ങിലെ ഓരോ സ്റ്റോറിയാണ് ഇതിൽ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? പട്ടാഭിഷേകം, പിന്നെ ലങ്കയിലോട്ട് പോണത്, അങ്ങനെ ഓരോ സ്റ്റോറി ആട്ടോ. അല്ല എനിക്ക് തോന്നിക്കണത് അതിൻ്റെ വർക്ക്മാൻഷിപ്പാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഫിനിഷിങ് ശരിക്കും നോക്കുമ്പോൾ റിയലിസ്റ്റിക് ലൈഫായിട്ട് തോന്നുന്നില്ലേ. അത്രയ്ക്കും ഭംഗിയിലാട്ടോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ പീസും DC ഇല്ല, അതിൻ്റെതായ ഒരു ലൈഫും ഇതൊക്കെയുള്ള പ്രോഡക്റ്റാട്ടോ. നോക്കിയേ, എന്തൊരു എലഗൻറ്റാ കാണാൻ തന്നെ അല്ലേ. കണ്ടോ നോക്കിയേ, ഹായ് എന്തൊരു ഭംഗിയാണ്. പാലക്കയിൽ തന്നെ വെറൈറ്റി വരുന്നത് കേട്ടോ. പിന്നെ എനിക്കിഷ്ടം ഞങ്ങളുടെ ഒരു പ്രത്യേക ഇതുണ്ട് കേട്ടോ, മറ്റേ പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്നത് കണ്ടോ. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്ലൈവുഡിൽ നഗാസ്? നമ്മൾ വുഡിലാണ് നഗാസ് മോട്ടീവ്സ് കാവ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ്. ഇങ്ങനെ വെറൈറ്റി പ്രോഡക്ട്സ് DCയിൽ നഗാസിൽ ഇഷ്ടംമാതിരി അവൈലബിളാണ്. നല്ല കൂർഗി സ്റ്റൈലിൽ വരുന്ന കറുത്ത ബീഡ്സ് വെച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാല.
എന്തൊരു എലഗൻ ചോയ്സാല്ലേ ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ അതുപോലെ തന്നെ ഇഷ്ടം മാതിരി മാലകളും വളകൾ കണ്ടോ, വളകൾ ഇഷ്ടം മാതിരി ചോയ്സുകളുണ്ട് കണ്ടോ, നോക്കിക്കേ. ആ അതൊരു വലിയ അട്രാക്ഷൻ ആട്ടോ. നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ തടി വെച്ചാൽ വേസ്റ്റ് ആവണ പ്രശ്നമൊന്നും വരില്ല. കണ്ടോ, നോക്കിക്കേ എല്ലാവരും കണ്ടോ, നല്ല വെറൈറ്റി ആയിട്ടുള്ള ബാംഗിൾസും ഉണ്ട്. പിന്നെ ഇതിന് തന്നെ നെക്ലെസ്സുകൾ ലോങ് ഷോർട്ട്. നമ്മളൊരു 20 പവൻ മുതൽ വെഡ്ഡിങ് സെറ്റ് ചെയ്യാം അല്ലേ. 20 പവൻ മുതൽ നഗാസിൽ ഒരു 3 നെക്ലെസ്സും 2 വളയും കമ്മലും സെറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ് അല്ലേ. ഈ നഗാസിൽ തന്നെ ഇഷ്ടംമാതിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു 7 പവനൊക്കെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെയർ മാലയാണ്. ലെയറിൻ്റെ അട്രാക്ഷൻ എന്താണെന്നറിയോ, ലൈറ്റ് വെയ്റ്റിൽ ഫുൾ ഫീലിംഗ് കൊടുക്കുന്നത്. ഇതിനൊക്കെ ഭയങ്കര ഭംഗിയുള്ള പീസസ് ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഹാരംസ് നോക്കിക്കേ കണ്ടോ. ഇങ്ങനത്തെ ഇഷ്ടംമാതിരി വെറൈറ്റീസ് DC യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആരും വെയിറ്റ് ചെയ്യണ്ട, എല്ലാവരും പോന്നേക്ക് DC ജ്വല്ലേഴ്സിലോട്ട്. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് തിരുവനന്തപുരം. ഗുഡ് ഈവനിങ്, ഞാൻ അജീഷ്. അപ്പോൾ തറവാടിൻ്റെ ഭക്ഷണവിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് തുടരുന്നത്. ഇതിനോടകം തന്നെ ലീഡ്സിലെ മലയാളികളുടെയും ഇംഗ്ലീഷുകാരുടെയും മനം കവർന്നിട്ടുള്ള നമ്മുടെ തറവാട് റെസ്റ്റോറൻറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. UK ഏറ്റവും വലിയ ഫുഡ് ക്രിട്ടിക് ജെയ് റൈനറിൻ്റെ റിവ്യൂ ആണ്. നമുക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഒരു അടിപൊളി റിവ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കാണുന്നതെല്ലാം നമുക്ക് ഓവർ ദി ഇയേഴ്സ് കിട്ടിയ അവാർഡ്സ് ആണ്. ഇവിടെ അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഒരു ട്രോഫി കിട്ടും, പിന്നെ ബാക്കിയെല്ലാം പേപ്പറിലും ഇതിലുമൊക്കെ നമ്മുടെ നെയിം പബ്ലിഷ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ 2019 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്. അതെ, ഈ വേൾഡ് കപ്പ് സമയത്ത് ഇവിടെ വന്നിട്ട് ഫുള്ള് ടീമിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാറുണ്ട്. ആ സമയത്താണ് നമുക്ക് കിട്ടിയ സിഗ്നേച്ചർ ബാറ്റാണ്. ആ സമയത്ത് വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആയിരുന്നു, അങ്ങനെ ധോണി ഉണ്ടായിരുന്നു, KL രാഹുൽ ഉണ്ട്, ബാക്കി പല ബുംറാൻ്റെ സിഗ്നേച്ചറും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാറ്റാണ് 2014 സഞ്ജു സാംസങ്ങിൻ്റെ സിഗ്നേച്ചർ ഉണ്ട്. അത് കാണിച്ച് വിരാട് കോഹ്ലി ഈ രണ്ടുപേരും ഒരുമിച്ച് ഫുഡ് കളിച്ചിട്ട് നമുക്കൊരു ഗിഫ്റ്റ് തന്ന സിഗ്നേച്ചറാണ്. ഇപ്പോൾ ഒരു ഓർമ്മയിലുണ്ട്. നാട്ടിൽ നമ്മുടെ കഥകളി ഉണ്ടല്ലോ. ഇത് വേറൊന്നുമല്ല, നമ്മൾ ഇവിടുന്ന് ഏത് ടൂർ പാക്കേജിൽ പോയി കഴിഞ്ഞാൽ നാട്ടിൽ പോകുന്ന ആൾക്കാരെ കഥകളി മസ്റ്റായിട്ട് കാണിച്ചിട്ടേ വിടുകയുള്ളൂ. അപ്പം എല്ലാവരും തന്നെ നാട്ടിൽ പോകുന്ന ഇംഗ്ലീഷുകാരെല്ലാവരും കഥകളി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയും, ഞാൻ രാത്രിയിൽ ഇരുന്ന് ഒരു 9 മണി 10 മണിയാകുമ്പോൾ തുടങ്ങുന്നത്, രാവിലെ 3 മണി വരെ ഇരുന്ന് കഥകളി കണ്ടാന്ന് പറഞ്ഞ് ആ സ്റ്റോറിയൊക്കെ വന്ന് നമ്മൾ പറയും. അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു മെമ്മറി റീഫ്രഷ് കൊടുക്കാൻ വേണ്ടി. പിന്നെ അതുപോലെ പഴയ നമ്മുടെ ആന, പിന്നെ നമ്മുടെ ചെറിയ ഈ കൈത്തറി വസ്ത്രങ്ങൾ സംഭവങ്ങളൊക്കെ, പിന്നെ നമ്മുടെ നാടൻ സ്റ്റൈലിൽ ചെറിയ ലൈറ്റുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ സെറ്റപ്പ്. അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് കേരളത്തിലേക്ക് ഒന്ന് പോകണം എന്നുള്ളൊരു തോന്നൽ തീർച്ചയായിട്ടും. ഒത്തിരി ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്, ഞങ്ങൾ അടുത്ത വർഷത്തും പ്ലാൻ ചെയ്യുന്നുണ്ട്, ഏതാണ് നല്ല സ്ഥലങ്ങൾ കാണാനുള്ളത്, ഏത് സമയം പോയാലാണ് നല്ല കാലാവസ്ഥ, ഇതെല്ലാം വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അതായത് ചെറിയ ടൂറിസം പ്രൊമോഷനുകൾ കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ശരിക്കും ഒത്തിരി ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഒത്തിരി നമ്മളെക്കുറിച്ചുള്ള ഇങ്ങനെ വന്ന് ഏത് സമയത്ത് പോയാലാണ് നല്ലത്, എവിടെയൊക്കെയാണ് പോകേണ്ടത്, മസ്റ്റ് വിസിറ്റ്. അതായത് ഞങ്ങൾ ചിലർ ഗോവ കേരള മിക്സ് ചെയ്യും. അപ്പോൾ ഏതാണ് മസ്റ്റ് വിസിറ്റ് ലൊക്കേഷൻ എന്ന് ചോദിച്ച് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാം ഒരു ഇമോഷണൽ കണക്ഷൻ വെക്കുവാണ് നമ്മളവിടെ. അതായത് റാദർ ദാൻ എ കസ്റ്റമർ, നമ്മൾ ഇവരുടെ എല്ലാം ഒരു ഫ്രണ്ട് ആവുകയാണ്, ഒരു ഫാമിലി, ഒരു കൂട്ടുകുടുംബം പോലെ ഞങ്ങൾ വളർത്തിയെടുക്കുക. ഇതാണ് ഞങ്ങളുടെ തറവാടിൻ്റെ കിച്ചൺ. ഇവിടെ ഞങ്ങൾ ഒതൻറ്റിക് ആയിട്ടുള്ള കേരളത്തിൻ്റെ വിഭവങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എപ്പോഴും ഇതുപോലെ തന്നെ കസ്റ്റമർക്ക് നല്ല തിരക്കായി തന്നെ ഞങ്ങൾ ഫുഡ് സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാം ക്വാളിറ്റിയിലും നല്ല നല്ല സാധനങ്ങൾ നല്ല ക്വാളിറ്റിയിൽ അതിൻ്റെ ഒരു തനിമ നഷ്ടപ്പെടാതെ തന്നെയാണ് ഞങ്ങൾ കസ്റ്റമറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിഭവങ്ങൾക്ക്
ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ പലയിടത്തുനിന്നും UK പല ഭാഗത്തു നിന്നും കസ്റ്റമർ വരാറുണ്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി. ഞങ്ങൾ എപ്പോഴും നല്ല ഒരു തിരക്ക് ഫീലിംഗ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് നമ്മുടെ കേരളത്തിൻ്റെ തന്മയായ എല്ലാ ഫുഡുകളും ഞങ്ങളിവിടെ സെർവ് ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ പോത്ത് ഉരത്തിയത്, മീൻ പൊള്ളിച്ചത്, ബിരിയാണി, ദം ബിരിയാണി. നമ്മൾ ദം അടിച്ച് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് ഇവിടെ, ഒരു വ്യത്യാസങ്ങളും വരുത്താതെ. അതുപോലെ കേരളത്തിൻ്റെ ദോശകൾ, പിന്നെ ചപ്പാത്തി, പൊറോട്ട, അങ്ങനെ കേരളത്തിൽ കിട്ടുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഞങ്ങൾ അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ, ക്വാളിറ്റി നഷ്ടപ്പെടാതെ കൊടുക്കുകയാണ്. ഞങ്ങൾ ഇവിടുത്തെ ഫുഡ് ആൻഡ് ഹൈജീൻ്റെ റേറ്റിംഗ് ഞങ്ങൾ ലാസ്റ്റ് 10 വർഷമായിട്ടും ഞങ്ങൾ 5 സ്റ്റാർ തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് ഫുഡ് ആൻഡ് ഹൈജീൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു കൗൺസിലിംഗ് തന്നെ ആളുണ്ട്. അദ്ദേഹം വന്ന് എല്ലാം ചെക്ക് ചെയ്യും, ക്വാളിറ്റി എല്ലാം അപ്ഡേറ്റ് ആണ്, പേപ്പർ വർക്ക് ശരിയാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഫുഡിന് എപ്പോഴും കേരളത്തിൻ്റെ ഒതൻറ്റിസിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലാണ് UK എല്ലാ റെസ്റ്റോറൻറ്റുകളെ ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കേരള ഫുഡിൻ്റെ അംഗീകാരത്തിന് അധികാരം ഞങ്ങളുടെ ഷെഫിനാണ് ഇവിടുത്തെ ഷെഫ് ഓഫ് ദ ഇയർ ഉള്ള അവാർഡ് ഈ യോർക്ക്ഷയറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത്ര തന്നെ ഞങ്ങളുടെ ഫുഡ് ഇത്ര ഫെമിലിയർ ആയിട്ട് നിൽപ്പുണ്ട്. ഇന്ന് ഈ തറവാടിൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ ലീഡ്സ് ഈ കൗണ്ടിൽ തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു ഫുഡായി ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ കേരളത്തിൻ്റെ അതേ തനിമ കീപ്പ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കണ്ടത് തറവാട് റെസ്റ്റോറൻറ്റിൻ്റെ രുചി വൈവിധ്യങ്ങളുടെ വിശേഷങ്ങളുമാണ്. പുതിയൊരു കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം അജീഷ്. നമസ്കാരം, ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനുള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലെ റെൻ്റൽ ഫ്ലോറിലാണ്. ഇതൊരു ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറക്കാട്ട് ജുവൽസ് തന്നെയാണ് 24 ക്യാരറ്റ് പ്യോർ ഗോൾഡ് ലെയർഡ് ഓർണമെൻറ്റ്സ് ലോകത്തിനാദ്യമായി നൽകിയതല്ല, അവതരിപ്പിച്ചതും പറക്കാട്ട് ജുവൽസാണ്. റെൻ്റൽ കളക്ഷൻസിൻ്റെ വലിയൊരു ഷോറൂം അല്ലെങ്കിൽ വലിയൊരു ഫ്ലോർ എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് കോവിഡ് എല്ലാം കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കുറച്ച് ഒരു എന്താ പറയുക, ആഭരണങ്ങളും കല്യാണത്തിനുള്ള ഓർണമെൻറ്റ്സൊക്കെ വാങ്ങാനായിട്ട് ഒരല്പം ബഡ്ജറ്റ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു പറക്കാട്ട് ജുവൽസാണ്. അപ്പോൾ പറക്കാട്ടിൻ്റെ കൂടാതെ നമ്മൾക്ക് റെൻ്റൽ ഓർണമെൻറ്റ്സിൻ്റെ ഒരു കളക്ഷൻ പലയിടത്തുനിന്നും നമുക്ക് നേരത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും കോൺഫിഡൻസോടുകൂടി അണിയാനായിട്ട് സാധിക്കില്ല. കാരണം ഇമിറ്റേഷൻ ഓർണമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് കാഴ്ചയിൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇമിറ്റേഷനാണ്, അത് സ്വർണ്ണമല്ല. പക്ഷേ പറക്കാട്ട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാരണവശാലും നമ്മൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. നമ്മളുടെ ഒരു ഫസ്റ്റ് ലുക്കിലായിക്കോട്ടെ, ഇനി നമ്മൾ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ ഫിനിഷും ബാക്കി വെയിറ്റ് മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയാലും ഒരു കാരണവശാലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് റെൻ്റൽ ഫ്ലോറിലാണല്ലോ. ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നോ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് കുട്ടികൾക്കുള്ളത്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ ഒരു പെൺകുട്ടികൾക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഗോൾഡിൽ ഇത്രയും ഒരു ക്യാഷ് മുടക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം? അതിൻ്റെ ഒരു ഗോൾഡിന് മാത്രമല്ലല്ലോ നമ്മൾ മുടക്കേണ്ടി വരിക, ഗോൾഡിന് അതുപോലെ തന്നെ നമ്മൾ അതിൽ വരുന്ന സ്റ്റോൺസിന്, മുത്തുകൾക്ക്, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഹെവി ആയിട്ടുള്ളൊരു മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ പറ്റില്ല, കള്ളന്മാരുടെ ഒരു ഉപദ്രവം, അല്ലെ നമ്മൾ ലോക്കറിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കണം. അപ്പം നമ്മൾക്കൊരു അടുത്തൊരു ഫംഗ്ഷൻ വരുമ്പോൾ ചിലപ്പോൾ ഈ ഓർണമെൻറ്റ് പോയി എടുക്കാൻ പോലുള്ള സമയം കിട്ടില്ല. ലോക്കറിൽ കൊണ്ടുപോയി വെക്കുന്നത് അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ, അതെടുത്ത് ഉപയോഗിക്കാൻ പോലും സാധിക്കില്ല. അപ്പം അങ്ങനെ ഒരു തന്നെയല്ല, ഇന്നത്തെ കുട്ടികളൊന്നും നമ്മുടെ മലയാളീസ് എല്ലാവരും ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പഠനത്തിന് വേണ്ടി പോകുന്നു, പഠനം കഴിഞ്ഞ് അവിടെ ജോലിയിലേക്ക് വരുന്നു. അവർക്കൊന്നും പിന്നീട് അവരുടെ ഒരു കോസ്റ്റ്യൂമിനോ ഒന്നും ചേരുന്ന രീതിയിൽ ഒരിക്കലും ഗോൾഡ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല. മോഡേൺ ട്രെൻഡി ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമിനൊപ്പം ചിലപ്പോൾ ഹെവി ഓർണമെൻറ്റ്സ് ഒന്നും യോജിക്കില്ല. അപ്പം നമ്മൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഈവൻ ഗോൾഡ് എടുത്താലും
ഇനി പറക്കാട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സ് എടുത്താൽ പോലും അതും നമ്മൾക്ക് ഇപ്പോൾ പിന്നീടൊരു യൂസ്, കല്യാണത്തിൻ്റെ അന്ന് നമുക്ക് സ്റ്റേജിലൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാനും ഫോട്ടോഷൂട്ടിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം നമ്മൾക്ക് പറക്കാട് ജുവൽസിൻ്റെ ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആപ്റ്റായിരിക്കും, കോൺഫിഡൻസോടുകൂടി നിൽക്കാനും പറ്റും. പക്ഷേ അതിന് ശേഷം ഈ ഓർണമെൻറ്റ്സ് പോലും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ന്യൂ ജെൻ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും വലിയൊരു ഓപ്ഷനാണ് പറക്കാട്ടിൻ്റെ ഈ ഒരു റെൻ്റൽ ഫ്ലോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെട്ടിനാട് കളക്ഷൻസ് മാത്രമല്ല, ഇതുണ്ടോ ഒരുപാട് കളക്ഷൻ ചെട്ടിനാട് കളക്ഷൻസ് വരുന്നുണ്ട്. ഇനി ഈ ചെട്ടിനാട് കളക്ഷൻ മാത്രമല്ല, നമ്മൾക്ക് ഹിന്ദു ബ്രൈഡ്സിനും മുസ്ലിം ബ്രൈഡ്സിനും ക്രിസ്ത്യൻ ബ്രൈഡ്സിനും എല്ലാം പറ്റിയ ചെട്ടിനാട് കളക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇനി ഹിന്ദു കല്യാണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റിസപ്ഷൻ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ വൈറ്റ് റോഡിയം ചെയ്തിട്ടും റോസ് ഗോൾഡ് ചെയ്തിട്ടും ഒക്കെ വരുന്നതും ഇനി യെല്ലോ ഗോൾഡിൽ വരുന്നതുമായിട്ടുള്ള ഒരുപാട് ചോക്കേഴ്സ് നമുക്ക് ലെഹങ്കാസിൻ്റെ കൂടെയോ അല്ലെ ഇപ്പം എന്താ പറയുക ക്രോപ്പ് ടോപ്പോ അല്ലെ അങ്ങനെയുള്ള ഡ്രസ്സുകൾ അല്ലെ പാർട്ടി വെയർ സാരീസിൻ്റെ ഒക്കെ കൂടി യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരുപാട് ചോക്കർ നെക്ലേസുകൾ, ഇനി അതിനെല്ലാം ചേരുന്ന രീതിയിലുള്ള ബാംഗിൾസ്, ചെട്ടിനാട് കളക്ഷൻ ആയിക്കോട്ടെ, ഇനി നമ്മളുടെ ഡയമണ്ട് പാറ്റേണിൽ വരുന്നതായിക്കോട്ടെ, അതുപോലെയുള്ള ബാംഗിൾസ്, ഇനി നമ്മൾക്ക് മറ്റ് ഓർണമെൻറ്റ്സും കൂടെ കാണാം. അപ്പോൾ ഓർണമെൻറ്റ്സ് മാത്രമല്ല, ജിംകാസ്, ചുട്ടി, മാട്ടി, വങ്കി, അങ്ങനെയുള്ള എല്ലാ കളക്ഷൻസും പറക്കാട്ടിൻ്റെ ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിൽ ഷോറൂമിൽ അൺകട്ട് നെക്ലേസ് തൊട്ട് തുടങ്ങിയിട്ടുള്ള പാറ്റേണുകൾ, ട്രഡീഷണൽ മുല്ലമുട്ട്, നാഗപടം, പാലയ്ക്ക, കാശിമാല തുടങ്ങിയിട്ടുള്ളത് തൊട്ട് എല്ലാ കൈൻഡ് ഓഫ് ജ്വല്ലറീസും പറക്കാട്ടിൻ്റെ ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലെ റെൻ്റൽ ഫ്ലോറിലും പറക്കാട്ടിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെയുള്ള ഷോറൂമുകളിൽ ഇപ്പോൾ നമ്മൾ ചെറിയൊരു പോർഷൻ റെൻ്റൽ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ റെൻ്റൽ ഒരു സെക്ഷനും കൂടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർണമെൻറ്റ്സിനായിട്ട് പറക്കാട് ജുവൽസിൻ്റെ ഏതെങ്കിലും ഒരു ഷോറൂം നിങ്ങൾ ഡെഫിനറ്റായിട്ട് സന്ദർശിക്കുക. നിങ്ങൾക്ക് ഉട്ട്ലാൻഡ്സ് ജംഗ്ഷനിലെ വീഡിയോ കോളിലൂടെ ഓർണമെൻറ്റ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചു തരുന്നതുമായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. Immerse yourself in breathtaking scenery of rolling hills, tea plantations, and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഞാൻ സുകന്യ ജയറാം. തിരുവനന്തപുരത്തെ വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്ക്. പേര് പോലെ തന്നെ ഇവിടെ എല്ലാം ഹാപ്പിയാണ്. ഒരുപാട് റൈഡുകളുള്ള ഒരു സ്ഥലം, ഒരുപാട് സന്തോഷം നിറഞ്ഞ സ്ഥലം. തിരുവനന്തപുരത്തുള്ള ഈ ഹാപ്പി ലാൻഡ് സെൻറ്ററിലേക്ക് എല്ലാവരും വരൂ. ഇവിടെ വന്നിട്ടുള്ളവരുടെ ഹാപ്പിനെസ് എവിടെ വരെ എത്തി എന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. എന്റെ പേരെന്താ? കിഷോർ. എവിടെ? ട്രിവാൻഡ്രം ആണോ? കിളിമാനൂർ. പേര്? ശില്പ. എന്ത് ചെയ്യുന്നു? ഞാൻ എഞ്ചിനീയർ ആണ്. എവിടെ വർക്ക് ചെയ്യുന്നു? ടെക്നോപാർക്കിൽ. എവിടെ? അലയൻസ് ടെക്നോളജി. ഓക്കെ. ഞാൻ ഗൾഫിലാണ്. ഓക്കെ, ഗൾഫുകാരാണ്. വെക്കേഷൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞോ ലീവ്? കഴിഞ്ഞില്ല, കഴിയുള്ളൂ.
ഓക്കെ. ഇയാളിത് എങ്ങോട്ടാ പോണേ? ഇയാളിത് എങ്ങോട്ടാ പോണേ? ഒന്ന് മുഖം കാണട്ടെ ഞാൻ. ഈ ടോപ്പ് ഞാൻ എടുത്ത്. പേര് പറ. നന്ദകിഷോർ. സിദ്ധാന്ത് കിഷോർ എത്രയിലാ പഠിക്കണേ? നിർമ്മല സെൻട്രൽ സ്കൂൾ. എത്രയിലാ? ഏത് ഗ്രേഡിലാ? LKG. കുസൃതിയാ? അടി വേണോ? അടിത്തരാൻ പറയട്ടെ? വേണ്ട. ഓക്കെ. മോളുടെ പേരെന്താ? ഓക്കെ. എത്രയിലാ? LKG. രണ്ടുപേരും ട്വിൻസാണോ? ഓ, ട്വിൻസ് ആണ് കേട്ടോ. ഹൗ സ്വീറ്റ്. ഈശ്വര, ഇതിൽ കൂടുതൽ ചട്ടമ്പി ആരാ? നമ്മളാണ്. അത് അയാൾ തന്നെ അങ്ങ് പറഞ്ഞു, ഞാനാണ് കൂടുതൽ ചട്ടമ്പി. ഓക്കെ, ഇതിന് സംശയമില്ല. നല്ല പണിയായിരിക്കും അല്ലേ വീട്ടിലപ്പോ? നല്ല പണിയാണ്. അപ്പൊ വീട്ടില് ഉണ്ടോ ഹെൽപ്പ് ചെയ്യാനൊക്കെ? ആളുണ്ട്. ഫാമിലി വർക്കിംഗ് കൂടെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, നൈസ് നൈസ് നൈസ്. ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? ഫസ്റ്റ് ടൈം ആണല്ലേ? എങ്ങനെയുണ്ട്? തുടങ്ങിയതേ ഉള്ളൂ. ഏതിലൊക്കെ പോയി? കിഡ്സിന്റെ റൈഡിലൊക്കെ കയറി ഇങ്ങനെ കറങ്ങി വരുവാണ്. അതെ, എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല എന്റർടൈനിങ് ആണ്. ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? അതെ, ഫസ്റ്റ് ടൈം ആണ്. എങ്ങനെയുണ്ട്? ഇവർക്ക് വേണ്ടിയിട്ടാണല്ലോ. ഫസ്റ്റ് കിഡ്സ് വേൾഡ് ആണ് എക്സ്പ്ലോർ ചെയ്തത്. ഇവരെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഇനി അടുത്തത് എങ്ങോട്ടാ പോണേ? ഇനി കാർ സെക്ഷൻ ഉണ്ടെന്ന് കേട്ടു. അത് കഴിഞ്ഞ് പൂളിലോട്ടാണ്. ഞാനിപ്പോ നോക്കി വെള്ളത്തിൽ കയറാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണല്ലേ? ചേഞ്ച് ചെയ്യാനൊക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ എടുത്തിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. എൻജോയ്. താങ്ക് യു. ഹാപ്പി ലാൻഡിൻ്റെ ഇന്നത്തെ ഹാപ്പി എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി സുകന്യ ജയറാം വിൽ ബി സീയിങ് യു ഓൾ. ബൈ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ സുകന്യ ജയറാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കേണ്ടത് focus123@gmail.com എന്നതിലേക്കാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ. ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Powered by ACM Care. Co-powered by Global Laboratories and Testing LLC. Co-presents Mama's International Foods. This program is brought to you by Tharwad Restaurant, UK.